നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളത്തിൻ്റെ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരിപാടിയിൽ 2025 ഏപ്രിൽ മാസം 3-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് മീനമാസം 20-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 13-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:23 സൂര്യൻ ഉദിച്ചു വരുന്നത്. തിരുവനന്തപുരത്തെ സമയമാണ് പറഞ്ഞത്. തിരുവനന്തപുരത്തിൻ്റെ സമയം വെച്ച് പറയുമ്പോൾ സൂര്യദേവൻ വ്യാഴാഴ്ച രാവിലെ 6:23 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചു വരികയാണ്. അങ്ങനെ കേരളത്തെയും കൊച്ചു കേരളത്തെയും ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മനുഷ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം ഈ സൂര്യദേവൻ യാത്ര തുടരുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര തുടർന്ന് വൈകുന്നേരം 6:29 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് അസ്തമിക്കുന്നു. അങ്ങനെ ഒരു പകൽ നമുക്ക് അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ രാത്രിയുമായിട്ട് കടന്നു വരുന്നു. അങ്ങനെ വ്യാഴാഴ്ച ദിവസം പകലിനോടൊപ്പം ഒരു രാത്രിയും നമുക്ക് ലഭ്യമാകുന്നു. വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണിയോടുകൂടി വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞ ദിവസം തന്നെ നമുക്ക് നഷ്ടമാകുന്നു. പിന്നെ മറ്റു ദിവസത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഇങ്ങനെ ഈ വ്യാഴാഴ്ച ദിവസം സൂര്യോദയ സമയത്ത് ഉദിച്ചു വരുന്ന നക്ഷത്രം ഏതാണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വ്യാഴാഴ്ച ദിവസം സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ ഉദയാൽപരം നക്ഷത്രമായിട്ട് നമുക്ക് വന്നു ചേരുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം അല്പനേരത്തിന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 7:04 വരെ ഉള്ളൂ. പിന്നീട് മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രം വെള്ളിയാഴ്ച പുലർച്ചെ 5:53 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ 7:04 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 5:53 വരെയാണ് മകീര നക്ഷത്ര സമയം. ഇതിൽ ആദ്യത്തെ 2 പാദ സമയം അത് ഇടവക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദ സമയമാണ്. പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അതിൻ്റെ സമയം പറഞ്ഞുതരാം. 7 മണി വ്യാഴാഴ്ച രാവിലെ 7:04 മുതൽ രാത്രി 7:04 വരെയുള്ള സമയമാണ് ഇടവക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദ സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മകീര നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ് വ്യാഴാഴ്ച ദിവസം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുക. രോഹിണി വ്യാഴാഴ്ച രാവിലെ 7:04 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. രോഹിണി നക്ഷത്രം സൂര്യോദയ സമയത്ത് വരുന്നത് വ്യാഴാഴ്ച രാവിലെ ആണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കാരണം സൂര്യോദയ സമയത്തുള്ള ക്ഷേത്രങ്ങളിലെ ആരാധനയ്ക്ക് വേണം വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ. ക്ഷേത്ര പൂജകളിലൊക്കെ ഈ ഉദയാൽപരമുള്ള സമയത്ത് നക്ഷത്രം വരുമ്പോൾ ആ സമയത്താണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർ വ്യാഴാഴ്ച ദിവസം രാവിലെയാണ് ഇങ്ങനെയുള്ള രോഹിണി നക്ഷത്രത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകത നിറഞ്ഞ പൂജകൾ വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യണം. ബുധനാഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ രോഹിണി നക്ഷത്രം കഴിഞ്ഞു മകീര നക്ഷത്രമാണ് വ്യാഴാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ സമയം നിലനിൽക്കുന്നത്. അതായത് വെള്ളിയാഴ്ച രാവിലെ സൂര്യോദയത്തിന് മുമ്പ് വരെ ഉണ്ട് നക്ഷത്രം. ആയതിനാൽ ഈ നക്ഷത്രം 27 നക്ഷത്ര ജാതകരെ സ്വാധീനിക്കുന്നതുകൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മകീര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച രാവിലെ 7:04 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 5:53 വരെ വന്നു ചേരുന്ന നാളുകാർ അവിട്ടം, ചതയം, ഭരണി, രോഹിണി, രേവതി, അത്തം, ചിത്തിര എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ജ്യോതിഷപരമായ സത്യമാണ്. അപ്പോൾ അനുകൂലമുണ്ടെങ്കിൽ പ്രതികൂലമുണ്ടല്ലോ. പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. വ്യാഴാഴ്ച രാവിലെ 7:04 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 5:53 വരെയുള്ള സമയത്ത് മകീര നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ചോതി, കാർത്തിക, ഉത്രട്ടാതി, അശ്വതി എന്നീ നാളുകാർ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക. പ്രതിസന്ധികളിൽ അകപ്പെടാതെ നോക്കുക. അപ്പോൾ ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച രാവിലെ 6:23 മുതൽ 9:23 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:53 മുതൽ ഉച്ചകഴിഞ്ഞ് 1:53 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ ഈ പറഞ്ഞു തന്ന ശുഭസമയങ്ങളിൽ ശുഭനേരങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും അതിന് വിജയം ഉണ്ടാകും.
ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 3 എതിർമാസത്തെ 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരും, ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇനിയും എൻ്റേതായിട്ടുള്ളൊരു റിക്വസ്റ്റ്, ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോടുള്ള റിക്വസ്റ്റാണ്. എന്താണെന്നാൽ, അതായത് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക. കഴിവതും മുടങ്ങാതെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത വിഷയം പറയുന്നത്, വ്യാഴാഴ്ച ദിവസം മകര നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. നക്ഷത്രപൊരുത്തം വെച്ച് വ്യാഴാഴ്ച ദിവസം ധനം വന്നു ചേരുന്ന നാളുകാർ. മകര നക്ഷത്രപ്രകാരം മകര നക്ഷത്രം അനുകൂലമായി വ്യാഴാഴ്ച ദിവസം ധനനേട്ടമുള്ള നാളുകാർ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ രോഹിണി, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം, ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസം, കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസം, കടം മേടിച്ചാലൊക്കെ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ നാളുകാർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ് രോഹിണി, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോട്ടറി ഭാഗ്യമാണ്. ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നവരെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. എല്ലാ ദിവസവും പ്രിയപ്പെട്ടവർ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നവരാണല്ലോ. എങ്ങനെയും എന്തെങ്കിലും ഒരു ദിവസം ഒരു ലോട്ടറി അടിച്ച് എൻ്റെ ജീവിതത്തിലെ ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി എനിക്കും സന്തോഷമായിട്ടൊന്ന് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, അല്ലെങ്കിൽ എൻ്റെ കടങ്ങളൊന്ന് കൊടുത്തു തീർക്കണം, എന്നെ ആരും സഹായിക്കാനില്ല, ഒരു മനുഷ്യൻ 1 രൂപ പോലും തന്ന് സഹായിക്കാനില്ല, പിന്നെ എനിക്ക് ഒരു വരുമാനവുമില്ല, എൻ്റെ കടങ്ങൾ എങ്ങനെ കൊടുത്തു തീർക്കും, എൻ്റെ ഗതികെട്ട സമയത്ത്, എൻ്റെ മോശമായ സമയത്ത് അന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ദുഷ്ടചിന്താഗതി പുറത്ത് ഞാൻ മേടിച്ച കടമാണ്. ഇന്നത് പെരുകി ആദ്യം 2 രൂപയ്ക്ക് തന്നു, പിന്നെ 3 രൂപയായി, 4 രൂപയായി, 5 രൂപയായി, 10 രൂപയായി, ഇപ്പം 15 ചോദിക്കുന്നു. ഞാൻ എങ്ങനെ കൊടുക്കും? ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ഇയാളുടെ കടം കൊടുക്കണം. അപ്പോൾ ഇത് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഭാഗ്യദേവത തുണയ്ക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് ഒഴിവാകട്ടെ. കിട്ടുന്ന ഒരു ലോട്ടറി അടിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടാത്ത പണമാണ്. ആ ലോട്ടറി പൈസ കൊണ്ട് അവരുടെ കടം തീർത്ത് അവർക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഭവിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർ ടിക്കറ്റ് എടുക്കുക. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർ ടിക്കറ്റ് എടുക്കുക. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല്, പൂയം, ആയില്യം നാളുകാർ ടിക്കറ്റ് എടുക്കുക. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാർ എടുക്കുക. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ, അനിഴം, കേട്ട നാളുകാർ എടുക്കുക. മകരക്കുറിൽപ്പെട്ട ഉത്രാട മുക്കാൽ, തിരുവോണം, അവിട്ടൻ 2 പാദം നാളുകാർ ടിക്കറ്റ് എടുക്കുക. കുംഭക്കുറിൽപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി മുക്കാൽ നാളുകാർ എടുക്കുക. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് ലോട്ടറി സമ്മാനം ഉറപ്പാണ്. ഈ പറഞ്ഞ നാളുകാർക്കൊക്കെയാണ് സമ്മാനം ലഭിക്കുക. അവിടെ ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ഈ നാളുകാർക്ക് സമ്മാനം ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പറയുവാനുള്ളത്. ഇത് ലോട്ടറി എടുക്കാൻ വേണ്ടിയുള്ള അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു വന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർമൈൻഡ് ഓഫ് നോളജ്.